കോളേജ് കഴിഞ്ഞ പിന്നെ ഈ ഒരു കൂടിക്കാഴ്ചയും പുറത്തു പോക്കൊന്നൊക്കെ ഇല്ലാതായിട്ടോ. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. വേറെ കൂടെയല്ല, വരിക്കശ്ശേരി മന. ഒരുപാട് സ്ഥലം പ്ലാൻ ചെയ്തെങ്കിലും അവസാനം ചെന്ന് എത്തിയത് വരിക്കശ്ശേരി മനയാണ് കേട്ടോ. അപ്പോൾ ഇന്നൊരു സൺഡേ ആണ്, എല്ലാവർക്കും ഒഴിവുള്ള ദിവസം. അപ്പോൾ ഒന്ന് പുറത്തു പോകാമെന്ന് വിചാരിച്ചു. ഇതിലും രണ്ടുപേർക്ക് വരാൻ പറ്റിയില്ല കേട്ടോ, ഓരോരോ തിരക്കുകൾ. അടുത്ത പോക്കിൽ ഞാൻ അവരെയും കൂട്ടാമെന്ന് വിചാരിച്ചു. രണ്ടും കൽപ്പിച്ച് ഞങ്ങളങ്ങനെ ഇറങ്ങി. വണ്ടിയിൽ പോകാമെന്ന് വിചാരിച്ച് പിന്നെ ബസ്സിന് പോകാൻ ഒരു പൂതി. കുറേ കാലമായി ബസ്സിനൊക്കെ ഒന്ന് പോയിട്ട്. വണ്ടി വാങ്ങിയതിന് ശേഷം ബസ്സിൽ പോക്ക് കുറവാണ്. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടിയിട്ട് ബസ്സിന് പോയിട്ടോ. പ്ലാൻ ചെയ്തത് 9 മണിക്ക് എന്നൊക്കെ ആയിരുന്നു. പിന്നെ അത് 10 മണിയായി. ഞങ്ങളായിരുന്നു ഏറ്റവും ലേറ്റായിട്ട് എത്തിയത്. എൻ്റെ 10 മെയിൻ പരിപാടി എപ്പോഴും വൈകിയെത്തും. ആക്ച്വലി ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ട്രിപ്പ് തന്നെയാണ് കേട്ടോ. അപ്പം ഇനി അങ്ങോട്ട് ട്രിപ്പിനെ കുറിച്ച് സംസാരിക്കാം അല്ലേ. ബസ് സ്റ്റോപ്പിലേക്ക് വാപ്പാൻ്റെ കൂടെയാണ് വന്നത്. പിന്നെ അങ്ങോട്ട് ബസ് ചാർജ് 2 ബസ് കയറേണ്ടി വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് 20 റുപ്പീസ്, പിന്നെ ഒരു 20 റുപ്പീസ്. പിന്നെ അവിടെ നിന്ന് നേരെ ഒറ്റപ്പാലം ബസ്, അതൊരു 45 റുപ്പീസാണ് ഒരാൾക്ക്. ഒറ്റപ്പാലം കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റോപ്പാണ് മനശ്ശേരി പറഞ്ഞിട്ട്. അവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഓട്ടോ എടുത്തിട്ടാണ് പോയത്. ഓട്ടോയിൽ പോകേണ്ട അത്ര ദൂരം ഇല്ല, എന്നാലും ഫസ്റ്റ് ടൈം പോകുമ്പോൾ നമ്മളൊരു ഫ്രഷ്നെസ്സോട് കൂടി പോകാമെന്ന് പറഞ്ഞിട്ട് ഓട്ടോയിൽ പോയി. തിരിച്ചു വരുമ്പോൾ നമ്മൾ നടന്നിട്ടാണ് കേട്ടോ വന്നത്. അപ്പോൾ പോയൊരു ആക്രാന്തത്തിൽ ഫോട്ടോ എടുക്കുക എന്നുള്ളതാണല്ലോ മെയിൻ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫോട്ടോ എടുക്കാനുള്ളതാണ് കേട്ടോ. ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുള്ള പ്ലേസാണ് കേട്ടോ ഇത്. പിന്നെ ഈ പഴയ വീടും പരിസരവും ഒക്കെ കാണാൻ ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയ സ്പോട്ടാണ് കേട്ടോ. ആദ്യം പുറത്താണ് കേട്ടോ ഒന്ന് എക്സ്പ്ലോർ ചെയ്തത്. പക്ഷേ കുളത്തേക്കൊന്നും പോകാൻ പറ്റിയില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ ഉള്ളിലേക്ക് തന്നെ പോയി. പുറത്തൊക്കെ അത്യാവശ്യം കറങ്ങി ഫോട്ടോസൊക്കെ എടുത്തിട്ട് പിന്നെ ഷൂവും ചെരുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് വേണം പോകാൻ. ഞാനാണെങ്കിൽ പുതിയ ഷൂ ഒക്കെ ഇട്ടിട്ടാണ് പോയത്. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു തിരിച്ചു വരുമ്പോൾ അത് അവിടെ തന്നെ ഉണ്ടാവുമെന്ന്. അങ്ങനെ അവിടെയൊക്കെ പോയി കറങ്ങി ഫോട്ടോ എടുത്തു. നമ്മുടെ 4 പേരുടെ ഫോട്ടോ എടുക്കൽ റിസ്ക്കുള്ള പണിയായിരുന്നു കേട്ടോ. കാരണം ആരുടെ ഒന്ന് പറയാമെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ അവിടെ പോയപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഫോട്ടോ എടുത്ത് കൊടുക്കലായിരുന്നു. എൻ്റെ അടുത്തും അങ്ങോട്ട് ഫോട്ടോ എടുത്ത് തരുമോ ചോദിച്ചു. നമുക്കും ഇങ്ങോട്ട് ഫോട്ടോ ഒക്കെ എടുത്ത് തന്നു കേട്ടോ. അങ്ങനെ നമ്മൾ 4 പേരുടെ പിക്കൊക്കെ കിട്ടി. അതിൻ്റെ ഇടയിലാണ് വേറെ കുറച്ച് ഗ്യാങ്ങുകൾ അവിടെ കണ്ടത്. അവരവിടെ തിരുവാതിരക്കളിയും അങ്ങനെ കുറച്ച് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. കോളനിക്കാരാണോ അതോ ഫാമിലി ആണോ എന്നൊന്നും അറിയില്ല. കുറച്ച് ആൾക്കാരൊക്കെ കൂടി എല്ലാവരും ബോയ്സ് ആണെങ്കിലും ഗേൾസ് ആണെങ്കിലും എല്ലാവരും വട്ടത്തിൽ നിന്ന് തിരുവാതിരക്കളിയും അങ്ങനെ നല്ല വൈബായിരുന്നു കേട്ടോ. അത് വീഡിയോ എടുക്കാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ ഫുൾ എൻജോയ് ചെയ്തു കേട്ടോ. ആദ്യമായിട്ടാണ് ഞങ്ങൾ ട്രിപ്പ് പോയിട്ട് ഇത്ര എൻജോയ് ചെയ്തിട്ടുള്ളൊരു ഡേ തോന്നിയത്. അങ്ങനെ ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് വീടൊക്കെ ഒന്ന് കാണാമെന്ന് പറഞ്ഞു. നിഹൻ്റെ ഓരോ പോസ് കണ്ടിട്ട് ഞങ്ങൾക്ക് ചിരി സഹിക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ ഫോട്ടോസൊക്കെ കാണാം. അങ്ങനെ അത്യാവശ്യം ഫോട്ടോസൊക്കെ എടുക്കലൊക്കെ കഴിഞ്ഞ് നമുക്ക് മന കാണാമെന്ന് പറഞ്ഞ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് പോയി. അങ്ങനെ ചില റൂമുകളൊക്കെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കാണാൻ പറ്റിയിട്ടുള്ളൂ, ബാക്കിയൊക്കെ ക്ലോസ് ചെയ്തിട്ടിരിക്കുകയായിരുന്നു കേട്ടോ. പിന്നെ മോളിക്കൊന്നും പോകാൻ പറ്റിയില്ല. ഞാൻ ആദ്യം വന്നപ്പോൾ മോളിക്കൊക്കെ പോകാൻ പറ്റിയിരുന്നു, പക്ഷേ ഇപ്പം എന്തോ പോകാൻ പറ്റില്ല. ഫസ്റ്റ് ഒന്ന് ഉള്ളിൽ പോയി നോക്കുമ്പോൾ ഒത്തിരിയൊക്കെ പേടി തോന്നും, കാരണം ഫുൾ ഇരുട്ടായിരിക്കും. അടുക്കള ഭാഗത്തേക്കാട്ടോ പിന്നെ പോയത്. അവിടെ ആട്ടുകല്ലും പഴയ കിണറും അതൊക്കെ ഉണ്ടായിരുന്നു. കിണറിക്കൊക്കെ നോക്കുമ്പോൾ നല്ല പേടിയായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് അടുക്കളൻ്റെ ബാക്ക് ഭാഗമാണ് കേട്ടോ ഇത്. ഇവിടെ എന്തായിരിക്കും അറിയില്ലായിരുന്നു. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ പ്രത്യേകിച്ച് വേറെ റൂംസൊന്നും അവിടെ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ നേരെ ഞങ്ങൾ ഫ്രണ്ടിലേക്ക് തന്നെ പോയി. നല്ല തിരക്കുണ്ടായിരുന്നു സ്റ്റാർട്ടിങ് വന്നപ്പോൾ. അപ്പോൾ ഈ പ്രാവശ്യം തിരക്കില്ലാതായപ്പോൾ ഞങ്ങൾ ആ വാതിലിൻ്റെ അവിടെയൊക്കെ നിന്ന് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ ഇതിന് അതിൻ്റെ സൈഡായിട്ടൊരു വീടുണ്ട് കേട്ടോ, അവിടേക്കൊന്ന് പോയി.
അപ്പോൾ അവിടെ ഞാൻ ആദ്യം വന്നപ്പോൾ പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്രാവശ്യം പോകാൻ പറ്റി. അവിടെ ഫുൾ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് വരിക്കശ്ശേരിൻ്റെ ആ ഒരു ഫ്രണ്ട് പോർഷൻ കേട്ടോ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി. ഇവിടെ വന്നപ്പോൾ കണ്ട കാഴ്ച എന്താണെന്ന് വെച്ചാൽ സെറ്റ് സാരി, മുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവിടെ സെയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. QR കോഡും വെച്ചിട്ടുണ്ട്. നമുക്ക് വേണ്ടത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എടുത്തിട്ട് സെലക്ട് ചെയ്തിട്ട് QR കോഡ് സ്കാൻ ചെയ്ത് ക്യാഷ് അങ്ങനെ തോന്നുന്നു. അവിടെ ആൾക്കാരൊന്നും കണ്ടിട്ടില്ല, QR കോഡ് മാത്രം അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സാരി, മുണ്ട്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോൾ നിഹാനും പാത്തുനെയൊന്നും കാണാനില്ല കേട്ടോ. അവർക്ക് ഫോട്ടോ എടുക്കാനെന്ന് പറഞ്ഞ് ഫ്രണ്ടിൽ തന്നെ പോയി, പിന്നെയൊന്നും കാണാനില്ല. ഞാനും അപ്സും പിന്നാലെ നോക്കി നടക്കുകയായിരുന്നു. അങ്ങനെ പാത്തോനെയും നിഹാനെയും കണ്ടു കേട്ടോ. അവർ വേറെ വഴി കൂടെ വന്നു, ഞങ്ങൾ വേറെ വഴി കൂടെ വന്നു, അവസാനം കണ്ടുകൂട്ടി. പിന്നെ ഈ ഒരു സ്റ്റെപ്പിൽ കൂടെ ഇറങ്ങലായിരുന്നു കേട്ടോ. ഇത് മുകളിൽ കൂടെ കയറുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റിവേഴ്സ് അടിച്ച് ബാക്കോട്ട് വന്ന് അവർ വന്ന് കയറി കഴിഞ്ഞിട്ടാണ് പിന്നെ നമുക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ളൊരു സംഭവമാണ്. അങ്ങനെ ഇതിൽ കൂടെ ഇറങ്ങുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ ഉണ്ട്. എല്ലാവരും പതുക്കെ കാല് വെച്ചിട്ടൊക്കെയാണ് പോകുന്നത്. ഇതൊക്കെ വീഡിയോ എടുക്കുന്നത് അപ്സുമാണ് കേട്ടോ. അപ്സു ഇറങ്ങാൻ നേരത്ത് പമ്മോ ഇനി ഞാൻ വീഡിയോ എടുക്കണില്ല കേട്ടോ എന്ന് പറഞ്ഞു. ഫോണെങ്ങാനും കയ്യിൽ നിന്ന് വീണാലോ പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ സ്റ്റെപ്പൊക്കെ ഇറങ്ങിക്കഴിഞ്ഞ് ഞങ്ങൾ നേരെ പുറത്ത് തന്നെ പിന്നെയും കറങ്ങാൻ വേണ്ടി പോയിട്ടോ. അങ്ങനെ അത്യാവശ്യം കറങ്ങി വന്നപ്പോഴേക്കും നല്ല വിശക്കാൻ തുടങ്ങിയിട്ടോ. പുറത്ത് പോയി അവിടെ ക്യാമറേൻ്റെ അടുത്തൊക്കെ ഒന്ന് ഹായ് പറഞ്ഞ് ഞങ്ങൾ വന്നോന്നൊക്കെ ഒന്ന് കാണിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങാൻ നിൽക്കുകയാണ്. കുറച്ച് നേരം കൂടിയും കുളത്തിൻ്റെ അവിടെ ആ ഒരു അമ്പലമുണ്ട്, അവിടെ നിന്നിട്ടൊന്ന് പോവാമെന്ന് പറഞ്ഞിട്ട് നിൽക്കുകയായിരുന്നു കേട്ടോ. ഞാൻ മുകളിൽ കയറി കണ്ടിട്ട് പാത്തൊന്ന് കയറാൻ നോക്കിയതാണ്. ചെറുതായിട്ടൊന്ന് വഴുക്കി. ഇപ്പൊ ഞാൻ കോളേജിലുള്ള പോലത്തെ ഒരു ബാക്ക് ടു ഫേസ് ഒന്നില്ലേ? ഓ മൈ ഗോഡ്, ആണോ? ഞാൻ ഡയറ്റ് കഷ്ടപ്പെട്ട് ഡയറ്റ് ഇരുന്ന് ഞാൻ 2 കിലോ 25 ദിവസം കൊണ്ട് കുറച്ചു. നമുക്ക് പാട്ട് പാടാം. പാട്ടിന്റെ വക വസീകര. ഇപ്പത്തെ ജൂനിയേഴ്സ് മാത്രമേ കേൾക്കാത്തതുള്ളൂ, ബാക്കിയുള്ള എല്ലാവരും കേട്ടിട്ടുണ്ട്. വസീകരയാണ് ഞാൻ. പുതിയ പാട്ട് വല്ലതുണ്ട്? എനിക്കത് മുന്നത്തെ പാട്ട് പാടിയിട്ട് പുതിയ പാട്ട്. അങ്ങനെ നമ്മൾ മനയൊക്കെ വിസിറ്റ് ചെയ്ത് നമ്മൾ ഫുഡ് അടിക്കാൻ പോവാണ്. അപ്പോൾ ടോയ്ലറ്റിലേക്ക് ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് ഒന്ന് മുടിയൊക്കെ ചെയ്ത് തരാം കേട്ടോ. എനിക്ക് നിഹ ഈ ഷോർട്ട് ഹെയറിന് ശേഷം എനിക്ക് മുടി കെട്ടുക എന്നുള്ളത് ഭയങ്കര ടാസ്ക് പിടിച്ച പണിയാണ്. അങ്ങനെ മുടിയെല്ലാം കെട്ടി ഒന്ന് സെറ്റായി കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് നടന്നു. പുറത്തിറങ്ങിയപ്പോൾ ഐസ്ക്രീം കണ്ടപ്പോൾ അത് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അത്യാവശ്യം നല്ല വിശപ്പുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഫുഡ് കഴിക്കുന്ന സ്പോട്ടിലേക്ക് എത്തുന്നവരെ പിടിച്ച് നിൽക്കണ്ടേ. അപ്പോൾ അങ്ങനെ 4 ഐസ്ക്രീം വാങ്ങിയിട്ട് ഞങ്ങളൊന്ന് നടന്നു കേട്ടോ. അപ്പോൾ അത്ര വലിയ ദൂരമൊന്നും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെന്നുണ്ടെങ്കിൽ വലിയ ദൂരമൊക്കെ നമുക്ക് പെട്ടെന്ന് എത്തുമല്ലോ. ഐസ്ക്രീം കഴിച്ചപ്പോൾ അത്യാവശ്യം എനർജി കിട്ടി. അപ്പോൾ നമ്മൾ ബസ് കയറിയിട്ട് ഒറ്റപ്പാലം ഇറങ്ങിയിട്ട് അവിടെ നിന്ന് ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചു. എവിടെ നിന്ന് കഴിക്കണം, ഏത് ഹോട്ടലിൽ പോകണമെന്ന് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അവിടെ എത്തിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങി കുറച്ച് ദൂരം നടന്നപ്പോൾ ഒരു ഹോട്ടലും കണ്ടില്ല. അവിടെ കണ്ടത് ഫുള്ളും ജ്വല്ലറീസ് ആയിരുന്നു കേട്ടോ. പിന്നെ അവിടെ നിന്ന് ഒരു ഓട്ടോ എടുത്ത് മന്തി കിട്ടുന്ന സ്പോട്ട് നോക്കി നമ്മൾ നൂറ റെസ്റ്റോറൻറ്റ് പോയി. അവിടെ പോയി കുറച്ച് വെയിറ്റ് ചെയ്തിട്ടൊക്കെയാണ് ഫുഡ് കിട്ടിയത്. പക്ഷെ പക്ക ടേസ്റ്റായിരുന്നു. പൊതുവേ നമ്മൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടിയ ഓർഡർ ചെയ്യുന്നത് പെരി പെരി അൽഫാം മന്തിയാണ് കേട്ടോ. അപ്പോൾ അതെന്നെ ഓർഡർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരുന്നു. നല്ല വിശപ്പ് തുടങ്ങി. ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഫുഡ് കിട്ടിയത്. പക്ഷെ അപ്പോഴേക്കും നമ്മുടെ കൺട്രോളൊക്കെ അത്യാവശ്യം പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈമിലാണ് സ്റ്റാർട്ടിങ് തന്നെ അവർ നമുക്കൊരു എന്തോ ഒരു സംഭവം തന്നു. ആദ്യം വിചാരിച്ച് കൈ കഴുകാനായിരിക്കുമെന്ന്, പിന്നെ കുടിച്ച് നോക്കാമെന്ന് വിചാരിച്ച് കുടിച്ച് നോക്കിയപ്പോൾ ഒരു ഉപ്പിൻ്റെയൊക്കെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നത്. എന്താണെന്നൊന്നും മനസ്സിലായില്ല. പക്ഷെ അത്രയും കാര്യമായിട്ട് നന്നായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്ത അത്യാവശ്യം ക്ഷമയൊക്കെ പോയിട്ടോ. കാരണം നല്ല വിശപ്പുണ്ടായിരുന്നു. ഐസ്ക്രീമിൻ്റെയൊക്കെ എനർജി പോയി. അങ്ങനെ ഫുഡ് എത്തിയപ്പോൾ പിന്നെ നോക്കണ്ട. പിന്നെ അങ്ങോട്ട് ആർക്കും കുറച്ച് നേരത്തേക്ക് ഒന്നും സംസാരിക്കാനുണ്ടായിരുന്നില്ല. ഫുഡൊക്കെ കഴിച്ച് വയറ് അത്യാവശ്യം നിറഞ്ഞ് പിന്നെ അങ്ങോട്ട് സംസാരങ്ങളൊക്കെ തുടങ്ങിയത് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് നേരെ പാലക്കാട് ബസ് കയറി. എന്നിട്ട് ടൗൺ സ്റ്റാൻഡിൽ ഇറങ്ങി. അവരൊക്കെ അവരുടെ സ്റ്റോപ്പിൽ ഇറങ്ങിയിട്ട് പോയിട്ടോ. പിന്നെ ഞാനും പാത്തും ഒറ്റയ്ക്കായി.
പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് ബസ്സിന് പോവായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ബസ്സിന് പോയാൽ പെട്ടെന്ന് എത്തില്ലേ എന്ന് പറഞ്ഞിട്ട് നടന്നു അങ്ങോട്ട്. അങ്ങനെ ടൗൺ സ്റ്റാൻഡിൽ സ്റ്റേഡിയം വരെ നടന്നിട്ടാട്ടോ ഞങ്ങൾ പോയത്. പക്ഷെ വലിയ ക്ഷീണമൊന്നും തോന്നിയിട്ടില്ല. ചെറുതായിട്ടൊന്ന് വെള്ളം താഴ്ച്ചു. അപ്പോഴേക്കും പിന്നെ പാത്ത് സർബത്തൊക്കെ വാങ്ങിച്ചു തന്നു കേട്ടോ. പിന്നെ നേരെ അവിടെ നിന്ന് വീട്ടിലോട്ട് പോയി. അപ്പോൾ ഇന്നത്തെ ഡേ നല്ല ഹാപ്പി ആയിരുന്നു. പ്രത്യേകിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ വെതർ മഴ ഉണ്ടോ ചോദിച്ചാൽ ഇല്ല, എന്നാൽ വെയിലും ഇല്ല, നല്ല ഒരു വെതറായിരുന്നു കേട്ടോ. പുറത്തു പോയി വന്നതിൻ്റെ തലവേദന ക്ഷീണം ഒന്നും ഉണ്ടായിരുന്നില്ല. നല്ല ഹാപ്പി ആയിട്ട് എൻജോയ് ചെയ്തു. അപ്പം നമ്മുടെ വീഡിയോ ബോറടിച്ചോന്നൊന്നും എനിക്കറിയില്ല. എന്നാലും ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അത്രയേ ഉള്ളൂ ഗൈസ്. ടാറ്റാ.